ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിബീഷ് എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിബീഷ്, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. നേരത്തെ എനിക്കൊരു പെൺകുട്ടിയുമായിട്ട് പ്രേമമുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. വേറൊരു ജാതിയായിരുന്നു. ആ ബന്ധം ഞങ്ങൾ സങ്കടത്തോടുകൂടി പിരിഞ്ഞു. അവളെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്തി തരുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് മാഡം ആലോചിച്ചുറപ്പിച്ച് എൻ്റെ വിവാഹം നടന്നത്. അമ്മയുടെ ചോയ്സാണ് എൻ്റെ ഭാര്യ. 2 പെൺമക്കളുള്ള വീട്ടിലെ ഇളയ കുട്ടിയാണ്. എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല. കാര്യം എൻ്റെ കാമുകിയേക്കാളൊക്കെ 100 മടങ്ങ് സൗന്ദര്യമുള്ളവളാണ് എൻ്റെ ഭാര്യ. ആദ്യം കണ്ടപ്പോൾ എനിക്ക് നോ പറയാനൊന്നും സാധിച്ചില്ല. എന്തായാലും അവളെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാഗ്യം തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ആണിൻ്റെ സ്വഭാവമല്ലേ, സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മനസ്സടങ്ങിയിരിക്കില്ലല്ലോ. അങ്ങനെ കല്യാണത്തിന് ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന്. പക്ഷെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ അവൾ സംസാരിച്ചു. കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടക്കുകയും ചെയ്തു. അവളുടെ ചേച്ചിക്കും പിന്നെ അമ്മായിമ്മയ്ക്കുമായിരുന്നു എന്നോട് കൂടുതൽ അടുപ്പം. വിരുന്നിന് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും അവളുടെ അമ്മയും കൂടി എന്നോട് ഒത്തിരി നേരം സംസാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വലിയ സെറ്റപ്പിലായി മാഡം. പിന്നെ എൻ്റെ ഭാര്യ, അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായി സ്നേഹമൊന്നും പ്രകടിപ്പിക്കില്ല. എൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ ആയിക്കോ എന്നുള്ള രീതിയിൽ സമ്മതം തരുമെന്നുള്ളതല്ലാതെ എന്നോട് ആവേശപൂർവ്വം ഒന്നിലും പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ലൊരു സുന്ദരിയായ പെണ്ണല്ലേ, എന്നെ ചിലപ്പോൾ ഒന്ന് വശമായി വരാൻ കുറേ കാലം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളും മാത്രം നോക്കി മുന്നോട്ട് പോയി. അങ്ങനെ വേണമല്ലോ, ആണുങ്ങൾ പെണ്ണുങ്ങളെയാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അതായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ അവളുടെ ചേച്ചി, അവർ ഒരു സൂപ്പർ സുന്ദരി തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഈ വീട്ടിൽ കാണും അവർ. കാര്യം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിമ്മയും അമ്മായപ്പനും ഒക്കെ ഉണ്ട്. അവരും അവരുടെ മകളുടെ വീട്ടിൽ പോയി താമസിക്കും. അതുകൊണ്ട് ഇവരുടെ സേവനം അങ്ങനെ അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് മിക്കവാറും സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കും. ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി കറുത്തിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ വീട്ടിലാരും സൗന്ദര്യമൊന്നും നോക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അത് നല്ല കാര്യമാണ്. സൗന്ദര്യം എന്തിനാണ് നോക്കുന്നത്, മനുഷ്യൻ്റെ മനസ്സ് നോക്കിയാൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചു. ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. മിക്കവാറും അവളുടെ ചേച്ചിയും അവിടെ കാണും. ചേച്ചിക്കും കുട്ടികളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് 3-4 വർഷം കഴിഞ്ഞ് മതി കുട്ടികളെന്നാണ് തീരുമാനം. കാര്യം എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്നും കുട്ടികളുണ്ടാകാൻ യാതൊരു താല്പര്യമില്ല. പതുക്കെ മതിയെന്നാണ്. എനിക്കും അങ്ങനെ തന്നെ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിയും അമ്മയും ഞാനും എൻ്റെ ഭാര്യയെല്ലാം തമ്മിൽ ഭയങ്കര ചിരിച്ച് അട്ടഹസിച്ചാണ് അവിടെ ഇരിക്കുക. പിന്നെ അമ്മായിപ്പിന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ മിക്കവാറും കാണില്ല. ചെറിയ ബിസിനസ്സും പിന്നെന്തോ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി അധിക രംഗത്ത് വരാറില്ല. അതുമാത്രമല്ല, ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അധികമുള്ളതായിട്ടൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വരുന്നു പോകുന്നു അത്ര തന്നെ. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭാര്യയുടെ അമ്മായി അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മോനെ ആ വീട്ടിലെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ഞാൻ ചോദിച്ചു, എന്താ അമ്മായിന്ന്? അത് നിനക്കറിയില്ലേ, നിൻ്റെ അമ്മായിപ്പന് 2 കുടുംബമുണ്ട്. ആദ്യത്തെ ഭാര്യ കണ്ണൂരാണ്. അതിൽ 2 മക്കളുണ്ട്. പിന്നീട് നിൻ്റെ അമ്മായിമ്മ അങ്ങേരെ കൈയും കാലും കാണിച്ച് വശീകരിച്ചെടുക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് പൂത്ത പണമുണ്ടല്ലോ, അതിലുണ്ടായതാണ് നിൻ്റെ ഭാര്യയും അവളുടെ ചേച്ചിയും. പിന്നെ ഇപ്പോൾ അയാൾക്ക് ഇവിടെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പഴയ ഭാര്യയുടെ കൂടാണ് അയാൾ താമസിക്കുന്നതൊക്കെ. അവിടുത്തെ മക്കൾ ഇതിനേക്കാൾ നന്നായി നോക്കും. ഇവിടുത്തെ പെണ്ണുങ്ങൾക്കും അവളുടെ അമ്മയ്ക്കും ഭയങ്കരമായി പണത്തോട് താല്പര്യമുണ്ട്. അത് നിനക്കറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ അവരുടെ അമ്മായിയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്? മോനെ, ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. ശരിയാണ്, എൻ്റെ നാത്തൂനാണ് നിൻ്റെ അമ്മായിയമ്മ എന്ന് വെച്ച് ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റുമോ എന്ന് അമ്മായി പറഞ്ഞു. നിൻ്റെ മനസ്സിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാനത് മനസ്സിൽ വെച്ചു. എന്നാലും ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാമിലിയാണല്ലോ. പക്ഷേ എൻ്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഏത് സാഹചര്യത്തിൽ നടന്ന് നമുക്കറിയില്ലല്ലോ. പഴയ കാര്യങ്ങൾ വെറുതെ എന്തിനാണ് മനസ്സിലിട്ട് പൊണ്ണാക്കുന്നത്? വീട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും കുറ്റം പറയും എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് മനസ്സിൽ വെച്ചു. ഭാര്യയോടിട്ട് ചോദിക്കാനും പോയില്ല മാഡം. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളവിടെ പോയി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി അമ്മയും എൻ്റെ ഭാര്യയും കൂടി പുറത്തേക്ക് പോയി.
അവരുടെ അവിടെ ഒരു കല്യാണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ വീട്ടിൽ പോയതാണ്. 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ചേച്ചിയുണ്ട്. ചേച്ചിനോട് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ചേച്ചി പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, നിനക്കെന്തായാലും അത്താഴം വേണം, എനിക്ക് വേണം. അവർ പോയി ചിക്കനും മട്ടനും ഒക്കെ കഴിക്കും. ചേച്ചി എന്താ പോകാതിരുന്നത്? ഓ, എല്ലാവരും കൂടെ എങ്ങനെയാണ് പോകുന്നത്? നാളെ ഞാൻ കല്യാണത്തിന് പൊക്കളാം, നീ വരുന്നെങ്കിൽ വാന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ വരുന്നില്ല. എങ്കിൽ പോയി ഞാൻ വല്ലതും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഞങ്ങളുടെ മുറിയിൽ പോയി മാഡം. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഫോണിൽ വീഡിയോ കാണുകയായിരുന്നു. ചേച്ചി അവിടെ വന്നിട്ട് എടാ ഭക്ഷണം റെഡിയായെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്ക് ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് കിടക്കപ്പുറത്തിയില്ല. അങ്ങനെ ഗൾഫിലിരുന്ന് എന്നെ ഭരിക്കുകയാണ്. എന്നെ സംശയമാണ്. അവിടെ പോകരുത്, ഇവിടെ പോകരുത്. അങ്ങേർക്ക് എന്നെ കിട്ടിയെന്ന് മുതൽ അപകർഷബോധമാണ്. അങ്ങനെ ഇട്ടിട്ട് ഞാൻ വേറെ ആരുടെയും കൂടെങ്കിലും പോകും എന്നാണ് അയാൾ പറയുന്നത്. അതിനെന്താ ചേച്ചി കാര്യം? ചേച്ചിക്ക് മറ്റ് പ്രേമബന്ധങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മ പറഞ്ഞ ചെക്കനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്കൊന്നും അറിയില്ല, എനിക്കാരുമായിട്ടും ഒരു പ്രേമബന്ധവുമില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ അയാൾ എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. അങ്ങനെ ഒരാണാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ടും കുട്ടികളുണ്ടായിട്ടില്ല. എങ്കിൽ ചേച്ചിക്ക് അയാളുടെ കൂടെ പോയി നിന്നുകൂടെ? മോനെ, നിന്നിട്ടെന്താ ഫലം? ഒരു കാര്യമില്ല. നീ ഇപ്പോൾ പെണ്ണ് കെട്ടിയല്ലോ, നിനക്കറിയില്ലേ, ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കുട്ടികളുണ്ടാകുകയുള്ളൂ. ഇതിങ്ങേർക്ക് സൂര്യൻ ഉദിക്കുന്നതും താഴുന്നതും ഒക്കെ എപ്പോഴാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒന്നും സംഭവിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ, നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ. തണ്ടും തടിയുണ്ടെന്ന് പറഞ്ഞിട്ട് മോനെ, അകത്തെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? അങ്ങനെ ഹതഭാഗ്യ ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞ് കരഞ്ഞു. അല്ല ചേച്ചി, ഇപ്പം എന്തിനാണ് കരഞ്ഞത്? അയാൾ എന്നെ വിളിച്ച് പറയുകയാണ്, വീട്ടിൽ തന്നെ നിന്നോണം, കല്യാണ സ്ഥലത്ത് പോയി അണിഞ്ഞൊരുങ്ങി നിന്ന് ആൾക്കാരുടെ ശ്രദ്ധ നേടരുത്, അവിടെ ആണുങ്ങൾ വരുമ്പോൾ നിനക്ക് മോഹം തോന്നും എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ അയാൾ എന്നെ തെറി വിളിച്ച് മോനെ ഫോണിൽ കൂടെ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. ഞാൻ കട്ടിൽ കിടക്കുകയാണ്, ചേച്ചി അടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല ചേച്ചി എന്ന്. ചേച്ചി പെട്ടെന്ന് എൻ്റെ മാറിലേക്ക് ചാഞ്ഞു. ഞാൻ ചേച്ചിയെ വിടുവിക്കാൻ ശ്രമിച്ചപ്പോൾ ചേച്ചി ശക്തമായി എൻ്റെ മാറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എനിക്കൊരു ആശ്വാസമില്ല. ആരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. എൻ്റെ അമ്മയോട് പറഞ്ഞ അമ്മ പറയും, ഭർത്താവ് എന്ത് പറഞ്ഞാലും സഹിച്ച് അവിടെ നിന്നോണമെന്ന്. ഞാൻ എന്ത് ചെയ്യും മോനെ, നീ പറയൂ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി മുഖമിട്ട് ഉരുട്ടി. ഞാൻ ചേച്ചിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചേച്ചി എന്നോട് ചേർന്ന് കംഫർട്ടബിളായിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ തലയിൽ തട്ടി ആശ്വസിപ്പിച്ചു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഭാവങ്ങളൊക്കെ മാറി. ചേച്ചി ഒരു സർക്കസുകാരിയെ പോലെ കയറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ശരിയല്ല, ചേച്ചി നിർത്തണമെന്ന്. നിർത്താൻ എനിക്ക് മനസ്സ് തോന്നില്ല. അവർ ഇപ്പോഴെങ്ങും വരില്ല. എനിക്കും എൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം, റിലാക്സേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തമായി അവർ പെരുമാറുകയായിരുന്നു. അവരെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആശമൂത്ത് ഭ്രാന്തിയായ ഒരു സ്ത്രീയുടെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്കും എൻ്റെ കൺട്രോൾ വിട്ടു പോകുമോ എന്ന് തോന്നിത്തുടങ്ങിയ നിമിഷമായിരുന്നു. ആ സമയത്താണ് വെളിവും തെളിവുമില്ലാത്ത ആ നിമിഷത്തിലുണ്ട് എൻ്റെ ഭാര്യയും അമ്മായിമ്മയുടെ ആ മുറിയിലേക്ക് കയറി വന്നു. അമ്മായിമ്മ അലറി, എന്ത് വൃത്തികേടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മകളെ പെട്ടെന്ന് വലിച്ചു മാറ്റി. 2 എണ്ണം ചേച്ചിക്ക് പൊട്ടിച്ചു. അത് കഴിഞ്ഞ ശേഷം അമ്മായിമ്മ എന്നെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. എന്നാലും നീ ഇങ്ങനെ കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നിൻ്റെ ചേച്ചിയുടെ സ്ഥാനത്തല്ലേ അവൾ വന്നിട്ടാണ് തുടങ്ങിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളും അവളുടെ ഭർത്താവും തമ്മിൽ ഒരു യോജിപ്പുമില്ല. സ്വന്തം ഭർത്താവിനോട് യാതൊരു താല്പര്യമില്ലാത്ത അവൾ സ്വന്തം അനിയത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഈ വീട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ്, ഞാനിനി എന്തെല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് ഉത്തരമില്ലായിരുന്നു. അല്ല, ചേച്ചി ഇങ്ങോട്ട് വന്ന് ചേച്ചിയുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ നെഞ്ചു തിരിച്ചുകൊണ്ട്, ഇത് സാന്ത്വനമൊന്നുമല്ല, ഇത് കുറേ നാളായി നടക്കുന്നുണ്ട്. എനിക്കറിയാം ഇയാൾക്ക് എന്നേക്കാൾ താല്പര്യം ഇപ്പോൾ ചേച്ചിയോടാണ്. എനിക്കുറപ്പാണ് ഇവർ തമ്മിൽ ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ബന്ധം കാണും. ഇവിടെ ഇപ്പോൾ അവർ തമ്മിൽ ഒന്നിച്ചായ പല സമയങ്ങളുണ്ടല്ലോ അമ്മേ. നമ്മളിവിടെയല്ലോ, നമ്മൾ പൊട്ടര്, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭാര്യയും ഭയങ്കര കണ്ണീരൊഴുക്കുകയും വികാര പ്രകടനങ്ങളുമായിരുന്നു. പക്ഷേ ചേച്ചിക്കാണെങ്കിൽ അപ്പോഴും അനക്കൊന്നുമില്ല. ചേച്ചി അവിടെ നിൽക്കുകയാണ് കല്ല് പോലെ. ചേച്ചി പറഞ്ഞു കൊടുക്കൂ ചേച്ചി, അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞിരിപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി
ഇനിയിപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കും അവൾക്കും മനസ്സിലാകില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ അടുത്തിരുന്ന് എന്നെ ഓരോന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്തിരി തക്കം കിട്ടി. ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ എന്നേക്കാൾ സുന്ദരിയാണല്ലോ എൻ്റെ ചേച്ചി. ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ അങ്ങ് അലിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് എങ്ങനെയാണ് മറ്റു പല മോഹങ്ങളുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എന്നെ കുറ്റപ്പെടുത്തി. ആദ്യമൊക്കെ അത് ഞാൻ കേട്ടിരുന്നു മാഡം. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായി നീ എന്ത് താല്പര്യം എൻ്റെ കൂടെ കാണിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പല കാര്യങ്ങളിലും ആവേശം കാണിക്കുന്നു. നിനക്ക് എന്നോട് അത്ര വലിയ ഇഷ്ടമാണെന്ന് തോന്നിയിട്ടില്ല. ഓ, എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടം ശരിയായി. നിങ്ങൾക്ക് ചേർന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ആവശ്യമില്ല. നമുക്ക് രണ്ടുപേർക്കും വിവാഹമോചനം ചെയ്യാം. നിങ്ങൾ ചേച്ചിയും കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെ തോന്നിയ ദിവസം കാണിക്കുന്നത്? അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, ഇനി എന്തായാലും അമ്മയോട് ഞാൻ പറയുകയാണ്, അച്ഛനെ വിളിച്ച് പറയുകയാണ്, ഇങ്ങനൊരു ദൃശ്യം ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് എൻ്റെ വിവാഹ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുമായിട്ട് എനിക്കിനി യാതൊരു ഇടപാടുമില്ലെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി. അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇനിയൊരു ബന്ധം വേണ്ടെന്നാണ്. എനിക്കാണെങ്കിൽ ആകെ കൂടി വെപ്രാളമായി. ഇത് വീട്ടുകാരോ നാട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളൊന്നും ആയില്ല, മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്താകും സ്ഥിതി? ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാര്യയുടെ ചേച്ചിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ വെളിയിൽ വരികയുള്ളൂ. ആരെങ്കിലും ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. സ്ത്രീകൾ പറഞ്ഞതാകും എല്ലാവരും വിശ്വസിക്കുക. ഞാൻ അമ്മാമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. എന്നാലും നീ ഇങ്ങനെ കാണിക്കുന്നു വിചാരിച്ചിരുന്ന്. ഞാനപ്പോൾ കുറേ ആയപ്പോൾ ചോദിച്ചു, അല്ല അമ്മ വേറൊരിടത്തിൽ നിന്നല്ലേ അമ്മയുടെ ഭർത്താവിനെ സ്വന്തമാക്കിയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഞെട്ടലായിരുന്നു. അപ്പോൾ നിനക്ക് പലതും പറഞ്ഞു തരാൻ ഇവിടെ ആൾക്കാരുണ്ട്, എൻ്റെ മക്കൾ തന്നെയാണ് പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ വഴക്ക് വക്കാണമായിരുന്നു. അവസാനം അവർ തണുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇനി നിൻ്റെ ഭാര്യ നിന്നോട് സഹകരിക്കില്ലെന്നാണ് പറയുന്നത്. അവൾക്ക് വിവാഹമോചനം വേണം. അവളെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. എല്ലാം ക്ഷമിച്ച് നിൻ്റെ കൂടെ കഴിയാൻ അവൾക്ക് നിന്നോട് ഇനിയൊരു താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. അമ്മേ, ഈ സിറ്റുവേഷനിൽ കുടുംബക്കാരോടൊക്കെ ഞാൻ എന്ത് പറയും? നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അവൾ നിൻ്റെ കൂടെ വരില്ലെന്നാണ് പറഞ്ഞത്. നീ തൽക്കാലം അവൾക്ക് ജോലിയോ മറ്റോ കിട്ടി ശരിയായെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മാഡം. എൻ്റെ വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ വരുന്നില്ലല്ലോ. എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഭാര്യ മാനേജ് ചെയ്തു. എനിക്കിവിടെ ഒരു കോഴ്സിന് അഡ്മിഷൻ ശരിയാകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകും എന്നൊക്കെ അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്കത്ര പ്രശ്നമില്ല. ഞാനാണെങ്കിൽ വല്ലാതെ വെപ്രാളപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അമ്മായിമ്മ എന്നെ വിളിപ്പിച്ചു, നീ ഇങ്ങോട്ട് വാ, നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യയെ കണ്ടില്ല. അപ്പോൾ ചേച്ചിയും അമ്മയോടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അവളെവിടെയെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അവൾ ഇന്നലെ രാത്രിയിൽ പോയെന്ന്. എവിടാ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, എടാ അവൾക്ക് വേറെ ആരോടെ പ്രേമമുണ്ടായിരുന്നു. ആ ചിക്കനെ വിളിച്ചു വരുത്തി അവൾ ഇന്നലെ പോവാണെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് പോകുന്നത്, അവിടെ നിൽക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവൾ കെട്ടും കിടക്കയും എടുത്ത് ഇറങ്ങിപ്പോവുകയായിരുന്നു. അമ്മ പറഞ്ഞതാണ് പോകലെന്ന്. അവൾ കേട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. നിന്നെ അതുകൊണ്ടാണ് വിളിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പെട്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണക്കിടുകയാണ്. അപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ എന്നെ സമാധാനിപ്പിച്ചു. ഇത്രയൊക്കെയായി. അവൾക്ക് നിന്നെ വേണ്ട. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിയമപരമായിട്ട് നമുക്ക് പിരിയാം മോനെ, അതാ നല്ലത്. ഞങ്ങളുടെ കയ്യിലും തെറ്റുണ്ട്, അവളുടെ കയ്യിലും തെറ്റുണ്ട്, നിൻ്റെ കയ്യിലും തെറ്റുണ്ട്. ഞാൻ പറഞ്ഞു, ആരുടെ കയ്യിൽ തെറ്റാണെങ്കിലും ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞു പിന്നീട്, എൻ്റെ കയ്യിൽ തെറ്റാണ്. എൻ്റെ ഭർത്താവുമായിട്ടുള്ള ജീവിതം എനിക്ക് ഒട്ടും നല്ലതല്ല. എൻ്റെ ജീവിതത്തിലൊരു നല്ലത് നടക്കില്ല. അപ്പോൾ നിന്നെ കണ്ടപ്പോൾ എനിക്ക് അറിയാതെ വന്നു പോയ ചില കാര്യങ്ങളാണെന്നും അതുകൊണ്ട് ഞാൻ പടർന്നു കയറിയതാണെന്നും അമ്മയോട് പറഞ്ഞു. നീ അന്നമ്മയെ കുറ്റപ്പെടുത്തിയില്ലേ? അത് ശരിയാണ്. മറ്റൊരാളുടെ ഭർത്താവിനെ കണ്ട് അമ്മ മോഹിച്ചു, സ്വന്തമാക്കി. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ മനസ്സിലായി. അവളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിന് നമ്മളുടെ സിറ്റുവേഷൻ ഒരു കാരണമായെന്നുള്ളൂ മോനെ. ഇനിയിപ്പം ബാക്കി വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടാ അവൾ പോകുന്നതിന് മുമ്പ് നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനോട് വിളിച്ച് എല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അയാളിപ്പോൾ പറയുന്നത് ഇവളെ
വിവാഹമോചനം ചെയ്യണമെന്നാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. നിന്റെ ഭാര്യ പോയെങ്കിലും അവൻ്റെ കൂടെ അവിടെ താമസിക്കും. ഉടനെയൊന്നും കല്യാണമില്ല. വിവാഹമോചനമൊക്കെ കഴിഞ്ഞ് ഒരു 2, 3, 4 വർഷം കഴിഞ്ഞിട്ടേ അവളിനി അവനെ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നാണ് തീരുമാനം. അതുവരെ ആരും അറിയാതെ അവളവിടെ കഴിയും. അവൻ്റെ വീട്ടിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ 2ാം കെട്ടാണല്ലോ. ഞാൻ ചോദിച്ചു, ഈ വീട്ടിൽ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? അപ്പം അമ്മായിമ്മ പറഞ്ഞു, ആ, വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിനും നീ ഒരു കാരണക്കാരനാണ്. ഇനിയിപ്പോൾ എനിക്ക് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്തായാലും അവൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരിക്കുകയാണ്. 2 വർഷം പഠിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീ ബാംഗ്ലൂർ പോയാൽ മതി. നിൻ്റെ ചേച്ചിയുണ്ടല്ലോ, അതായത് ഈ ഇരിക്കുന്നവൾ, അവളുടെ ഭർത്താവ് എന്തായാലും അവളെ ഒഴിവാക്കും. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇവൾക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് ഇവളെ ഇഷ്ടമായിരിക്കും. അമ്മ അങ്ങനൊന്നും പറയരുത്. ചേച്ചിയെ ഞാൻ ചേച്ചിയായിട്ടാണ് കാണുന്നേ. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാം കണ്ടതാണല്ലോ സർക്കസൊക്കെ. അപ്പോൾ ഇനി അത് വേണ്ട. അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അവൾ ഇനി പോകുന്നില്ല. ആ ബന്ധം ഒഴിവായി കിട്ടും. അതുകൊണ്ട് നീ ഇവളും കൂടെ ഇന്നു മുതൽ പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങണം. തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണം. നിൻ്റെ ഭാര്യ എന്തായാലും നിന്നെ വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ മറ്റുള്ളവരുടെ കൺമുന്നിൽ. അവൾ പഠിക്കാൻ പോയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധം ഇവിടെ തുടങ്ങണം. പിന്നെ 1-2 വർഷം കഴിയുമ്പോഴേക്കും നീയും ഭാര്യയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിവാഹമോചനം നടക്കണം. അതേപോലെ തന്നെ ഇവളുടെ വിവാഹമോചനം നടക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരോട് കല്യാണം കഴിക്കണം. അതായിരിക്കും നല്ലത്. അവളോ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ പോയി. എനിക്കറിയില്ലായിരുന്നു അവൾക്ക് പ്രേമമുണ്ടെന്ന്. അല്ലായിരുന്നെങ്കിൽ അവളെ നിർബന്ധിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു. നല്ലൊരു ജോലി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചെക്കനാണ്, കല്യാണം കഴിക്കുമെന്ന്. മനസ്സോടെയാണ് അവൾ സമ്മതിച്ചത്. പക്ഷേ ഒരു പ്രേമമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു മോനെന്ന് പറഞ്ഞു. ചുമ്മാതല്ല, അവൾക്ക് എന്നോട് അത്ര ഇഷ്ടമില്ലാതിരുന്നത്. ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? തൽക്കാലം ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അമ്മായിമ്മ പറഞ്ഞ ആ കാര്യം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അമ്മായിമ്മ തന്നെയാണ് അന്ന് നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാലുമായി ചേച്ചി എൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. ഇനി ചേച്ചിന്ന് വിളിക്കണ്ട, എടീന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥാണ് വരുന്നത്. ഇന്ന് നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം മറക്കാമെന്ന് പറഞ്ഞ് ചേച്ചി അന്ന് തുമ്പിതുള്ളി. ആദ്യമൊക്കെ മനസ്സ് വിഷമിച്ചിരുന്നെങ്കിലും തുമ്പിതുള്ളൽ മനസ്സിൻ്റെ വിഷമം മാറ്റാൻ നല്ലൊരു മരുന്നല്ലേ മാഡം. ഞാനും ആ അന്തർധാരയിലേക്ക് ലയിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട വിധത്തിലുള്ള പ്രതികരണങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ചേച്ചിക്ക് എന്നെ അടിമുടി ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ ചെലവഴിച്ചെങ്കിൽ ചേച്ചിയാണെങ്കിൽ ഇതാ എനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം തിരിച്ചു പകർന്നു നൽകുന്നത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നും വേണ്ടാന്ന്. ചേച്ചി പറഞ്ഞു വേണം വേണം, ഇനി നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്ന്. സത്യം പറയാമല്ലേ മാഡം, ഇത്രയും നാളും ഉണ്ടായിരുന്ന ബന്ധത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഇമ്പമുള്ള ഒരു ബന്ധം ചേച്ചിയുമായുള്ളതാണ്. അത് നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ ഭർത്താവ് അമ്മായിപ്പൻ ആ വഴിയിലേക്ക് വരാറായില്ല. ഒരു ദിവസം ഞാനും ചേച്ചിയും കൂടി കഴിഞ്ഞിരുന്ന സമയത്ത് അമ്മായിമ്മ കഥകിൽ മുട്ടി വിളിച്ചിട്ട്, ഇനി ചിലപ്പോൾ നീ 2 സ്ത്രീകളെ ഏറ്റെടുക്കേണ്ടി വരും. കുട്ടികളുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അവർ കരഞ്ഞു. ആ സമയത്ത് ചേച്ചിയും ഞാനും കൂടി എന്തു പറയണമെന്നറിയാതിരുന്നു. ചേച്ചിയപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് അമ്മയെ പിടിച്ചിരുത്തി. അമ്മ ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ പല സമയത്തും അമ്മ കടന്നു വന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ പെരുമാറുന്നു. അമ്മയ്ക്കും ആവശ്യങ്ങളുണ്ട്, പ്രശ്നമില്ല, നമ്മൾ 3 പേര് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ സാന്ത്വനിപ്പിച്ചു. പക്ഷേ എനിക്ക് സമ്മതമായിരുന്നില്ല. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും ചേച്ചി പറഞ്ഞു. അങ്ങനെ മദ്യം അവർ പകർന്നു നൽകിയപ്പോഴാണ് കാര്യങ്ങളൊക്കെ ആയത്. പിന്നെ ആ ഒരു പ്രശ്നങ്ങളും തീർന്നു. ഇപ്പോൾ 2 പേരുമുള്ളൊരു മുറിയിലാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താമസിക്കുന്നത്. മിക്കവാറും ആഴ്ചയിൽ 2 ദിവസം ഞാൻ അവിടെ പോകും. 2 സ്ത്രീകളുടെ സ്നേഹത്തടവറയിലാണ് ഞാൻ. ഇപ്പോൾ ഞാൻ മദ്യപിക്കാനും പഠിച്ചു തുടങ്ങി മാഡം. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഭാര്യയും എൻ്റെ ഭാര്യയുടെ ചേച്ചിയുമൊക്കെ വിവാഹമോചനത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്നാണ് അമ്മായിയമ്മയും ചേച്ചിയും പറഞ്ഞത്. അവളാണെങ്കിൽ അവനെയും കല്യാണം കഴിക്കും, എൻ്റെ ഭാര്യയുടെ കാമുകനെ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമാണ്. ഇത് എങ്ങോട്ട് പോകുന്ന വള്ളമാണെന്ന് എനിക്കറിയില്ല. ഞാൻ തോണി തുഴഞ്ഞു പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോനെ, കൂടുതൽ തോണി ഇങ്ങ് തുഴഞ്ഞു പോയി കഴിഞ്ഞാൽ കടലിലോ കാലിലോ ചെന്ന് ചേരും കേട്ടോ. അവസാനത്ത് പ്രശ്നമാകും. എനിക്ക് തോന്നുന്നത് ഈ ചേച്ചിയും അനിയത്തിയും തമ്മിൽ എന്തോ ഒരു അന്തർധാരയുണ്ട്. ചേച്ചിയുടെ ഭർത്താവിനെ കാണാൻ കൊള്ളില്ല. എടി,
നിനക്ക് വേറെ പ്രേമമുണ്ട്. നീ ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെല്ലാം ശരിയാക്കി തരാമെന്ന് അനിയത്തിയും പറഞ്ഞു കാണുമായിരിക്കാം, അല്ലെങ്കിൽ അമ്മയും അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്തൊക്കെയോ ദുരൂഹമായ സംഭവങ്ങൾ നടമാടുന്ന വീടാണത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് അവരുടെ കൂട്ടത്തിൽ നിൽക്കാതെ രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. ഓരോരുത്തരും ഓരോ വഴിക്ക്, അതും ഈ പറഞ്ഞതുപോലെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഇത്രയും നടന്നിരിക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയാത്തത് കൊണ്ട് വെറുതെ തല വെച്ച് കൊടുത്ത് ചേച്ചി ഞാൻ തമ്മിൽ നല്ല ജോഡിപ്പൊരുത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിവാഹമോചനം നടത്തി പിന്നീട് കല്യാണം കഴിച്ച് ആ ഒരു ബന്ധത്തിൽ കിടന്ന് കറങ്ങി അവസാനം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ കൂടെ തന്നെ അമ്മായിയമ്മയും ചേരുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? അപ്പോൾ ഇതൊട്ടും നോർമലായുള്ള ഒരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സൂക്ഷിച്ച് അവരുടെ വിരോധമുണ്ടാക്കാതെ ഉള്ളതുപോലെ പറഞ്ഞ് ഭാര്യയും നിങ്ങളും കൂടെ പിരിയണമെങ്കിൽ പിരിഞ്ഞോളൂ, അവർ ഇഷ്ടത്തിന് പൊക്കോളും. നിങ്ങൾക്ക് വേറെ നല്ലൊരു കുടുംബജീവിതമാകും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പൊരുത്തം നോക്കിയിരുന്നിട്ട് ചിലപ്പോൾ അവസാനം ഒന്നുമില്ലാത്ത എന്തോ പോയ അണ്ണാനെന്ന് പറയില്ലേ, അതുപോലെ ആകരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന.